ലതസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഗ്ലെന്നിൻ്റെ ഇൻഫ്രാറെഡ് സ്റ്റൗ വാങ്ങിയതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് കുക്കിംഗ് ചെയ്യുന്നതായിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മൾക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ് തന്നെ അത് നമ്മുടെ മുമ്പിൽ നിന്ന് അത് തുറന്ന് അതിന് ഡിഫക്റ്റൊന്നും ഇല്ലയെന്ന് കാണിച്ചു തരും. എന്നിട്ട് ഒരു OTP പറഞ്ഞു കൊടുത്താൽ അവർ ഡെലിവറി ചെയ്തതായിട്ട് കാണിക്കുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻഫ്രാറെഡ് സ്റ്റൗ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അതൊന്ന് പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കറി ഉണ്ടാക്കി, മുരിങ്ങയുടെ എല്ലാം കറി ഈ പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. പിന്നെ അത് വറുത്തിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏത് പാത്രം വെച്ചാലും നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ബോറോസിൽ വെക്കാം, ചട്ടി വെക്കാം, മറ്റേ സിറമിക് പാത്രം ഏത് വേണമെങ്കിലും വെക്കാൻ പറ്റും. അപ്പം ഞാനിതാ ബോറോസിൽ ഗ്ലാസിൻ്റെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നോക്കിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ചട്ടി ഇതിൽ വെക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ചട്ടി ഇതുപോലെ ഫ്ലാറ്റ് ആയിരിക്കണം, പക്ഷേ എന്നാലും ഇത് പെട്ടെന്ന് ഇതൊക്കെ പോയിൻ്റൊക്കെ തൊടുന്നുള്ളെങ്കിലും ഇത് പെട്ടെന്ന് തിളച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാൻ ഇതുപോലെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ വഴുതിന, തക്കാളി അതൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് ചപ്പാത്തി വേണമെങ്കിൽ പൊള്ളിച്ചെടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. നല്ല കണ്ട റെഡ് ഹോട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഹീറ്റ് കൊണ്ട് ഈ കമ്പിയൊക്കെ ചൂടായിട്ടാണ് ഇതൊക്കെ നല്ല അതിൻ്റെ തൊലിയൊക്കെ കളയാൻ പാകത്തിൽ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. അപ്പം ഞാൻ പുതിയത് വാങ്ങിയതുകൊണ്ട് എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് വഴുതിന ഇങ്ങനെ ഒന്ന് മുകളിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. തക്കാളി പച്ചമുളക് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ വഴുതിനയുടെയൊക്കെ തൊലി പൊളിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മൾ സാധാരണ രീതിയിൽ ഗ്യാസിൽ അടുപ്പിൽ വെച്ചിട്ടൊക്കെയാണ് ഇത് തരിച്ചെടുക്കാറ്. നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ട അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ തക്കാളിയൊക്കെ ഇതുപോലെ തന്നെ പെട്ടെന്ന് അതൊന്ന് തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും. പച്ചമുളക് കണ്ട നല്ല ഡ്രൈ ഇതായിട്ടുണ്ട്. തക്കാളി അത് തൊലി കളഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇതിൽ ഇൻഫ്രാറെഡ് കുക്കി സ്റ്റൗവിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ വെച്ചിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അത് ഓൺ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് കുറച്ച് നേരം ചൂടായതിൻ്റെ ശേഷം കണ്ടോ റെഡ് ഹോട്ട് ആയിട്ടുണ്ട്. അപ്പോഴിതുപോലെ നമുക്ക് ചപ്പാത്തി ആദ്യം ഒന്ന് ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് 2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒന്ന് ടെമ്പറേച്ചർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ പൊള്ളയായിട്ട് വരുന്നത് കാണാം. കണ്ട. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് വെച്ച് പിന്നീട് ഒന്ന് അധികമാക്കി കൊടുത്താൽ ഇതുപോലെ പൊള്ളയായിട്ടുള്ള ചപ്പാത്തി തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാനിതിൽ പാല് തിളപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റാത്ത പാത്രമാണ്, പക്ഷേ ഇതിൽ ഫ്ലാറ്റ് പാത്രം ആയതുകൊണ്ട് ഇതിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അത് പെട്ടെന്ന് തന്നെ ഇതിൽ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടൈമറും വെക്കാം. അപ്പോൾ ഈ ഗ്യാസിനൊക്കെ ക്ഷാമമുള്ള സമയത്ത് ഈ ഇൻഫ്രാറെഡ് സ്റ്റൗ വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും.